ആറ്റൂരിൻ്റെയും ആറ്റൂരിൻ്റെ വഴിയിൽ വന്ന കവികളുടെയും കവിതകൾ മാത്രമല്ല, ശ്രീ സച്ചിദാനന്ദൻ അവர்களுடைய ധാരാളം കവിതകളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഇൻ്റർവ്യൂവും ഞാൻ തമിഴിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ കവികളെയും തുടർച്ചയായി മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ശ്രീ സച്ചിദാനന്ദൻ അവர்களுടെ ഈ വേദിയിൽ സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആറ്റൂരിൻ്റെ ഓർമ്മയ്ക്കായി ഏതാനും വാക്കുകൾ പറയാമെന്ന് വിചാരിക്കുന്നു. ക്ഷമിക്കുക, പെട്ടെന്നത്ര മലയാളം വാക്കിൽ വരാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സംസാരിച്ച് പോകുമ്പോൾ കുറച്ച് മലയാളം വന്ന് ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. 1986 സുന്ദരരാമസ്വാമിയുടെ വീട്ടിൽ ആറ്റൂർ രവിവർമ്മയെ ഞാൻ കാണുന്നത്. അപ്പോൾ ജെ ചില കുറിപ്പുകളുടെ വിവർത്തനത്തിലായിരുന്നു. സുന്ദരരാമസ്വാമി എന്നോട് അതിൽ സഹകരിക്കാനും സാംസ്കാരികമായ ചെറിയ സൂക്ഷ്മതകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും എന്നോട് ആജ്ഞാപിച്ചു. അങ്ങനെ ഞാൻ സുന്ദരരാമസ്വാമിയുടെ വീട്ടിലെത്തി ആറ്റൂരിൻ്റെ ഒപ്പം 15 ദിവസം താമസിച്ചു. അന്നാണ് ആറ്റൂരിനോട് ഞാൻ വളരെ അടുക്കുന്നത്. അന്ന് എനിക്ക് 24 വയസ്സാണ്. അപ്പം തന്നെ ഞാൻ ധാരാളം കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും ആറ്റൂരിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സന്ദർഭം ഞാൻ ആവർത്തിക്കാറുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആറ്റൂരിന് ഒരു ഷേവിങ് റേസർ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ പോകുമ്പോൾ ആറ്റൂരിനോട് ഞാൻ പറഞ്ഞു, സാർ ഒന്ന് നിൽക്കണം, ഒരു കൂട്ടം പന്നികൾ റോഡ് കടന്ന് പോകാൻ പോകുന്നു. ആറ്റൂരിനോട് ചോദിച്ചു, തനിക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, 2 കാത് കാണുന്നുണ്ട്, അത് അമ്മ പന്നിയുടെ കാതാണ്. ആ കാത് കണ്ടാൽ അറിയാം ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു അമ്മ പന്നിയും ഒരുപാട് കുട്ടികളും ക്രോസ് ചെയ്യും. ഉടനെ തന്നെ ഒരു വലിയ അമ്മ പന്നി പോയി, ഒപ്പം ഒരു 10-15 കുട്ടികൾ പോയി. ആറ്റൂർ നിന്ന് നോക്കി, മുഴുവൻ അഴുക്ക് ചാലിൽ നിന്ന് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, അതിൽ ഒരു പന്നി നിന്ന് നമ്മളെ നോക്കും, ചെറിയ കുട്ടി. ആ കുട്ടിയായിരിക്കും മിക്കവാറും അടുത്ത നേതാവ്, അവനാണ് ഭരിക്കാൻ പോകുന്നവൻ. അതുപോലെ ഒരു കുട്ടി നിന്ന് നമ്മളെ നോക്കി ശ്രദ്ധിച്ചിട്ട് അവസാനമായിട്ടത് പോയി. ആറ്റൂരിനോട് ചോദിച്ചു, താൻ എഴുതുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എഴുതണം. താൻ എഴുതിക്കോളൂ, താൻ വലിയൊരു എഴുത്തുകാരനാണ്. അപ്പോൾ എനിക്ക് 24 വയസ്സാണ്. എന്നെ ആത്മവിശ്വാസവും വല്ലാത്തൊരു അഹങ്കാരവും തോന്നിയ ഒരു മുഹൂർത്തമാണ്. ഇപ്പോൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു, അംഗീകാരങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, എപ്പോഴും തമിഴിൽ പറയുന്നുണ്ട്, ഒരാളുടെ അംഗീകാരവും ഒരു സ്ഥാപനത്തിൻ്റെ അംഗീകാരവും എനിക്ക് വലിയ കാര്യമുണ്ട്. ആദ്യം അംഗീകാരം വാങ്ങിക്കൊണ്ട് തന്നെ അകത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ. സുഹൃത്തുക്കളെ, അന്ന് ആറ്റൂരിനോടുള്ള സംഭാഷണത്തിലുള്ള ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ആറ്റൂർ എന്നോട് ചോദിച്ചു, ഇവിടുത്തെ സാമ്പാർ ഒരു വേറെ രീതിയിലാണല്ലോ, എന്താണ് കേരളത്തിൻ്റെ സാമ്പാറെന്നും ഇവിടുത്തെ സാമ്പാറിനും വ്യത്യാസമായിട്ട് ജയമോഹന് പറയാനുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുവിതാംകൂറിൻ്റെ സാമ്പാർ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ സാമ്പാർ എന്ന് പറയുന്നത് പലതരം പച്ചക്കറികളിട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ തമിഴകത്തിൽ ഒന്നിൽ കൂടുതൽ പച്ചക്കറി സാമ്പാറിൽ ഇടാറില്ല. വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്ക സാമ്പാറാണ്, കത്തിരിക്കയാണെങ്കിൽ കത്തിരിക്ക സാമ്പാറാണ്, അല്ലെങ്കിൽ മുള്ളങ്കി ആണെങ്കിൽ മുള്ളങ്കി സാമ്പാർ, അവരയ്ക്കാണെങ്കിൽ അവരയ്ക്ക സാമ്പാറാണ്, മറ്റൊരു കായ് ഇടാറില്ല. ആറ്റൂർ പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആറ്റൂർ അതിൽ എക്സൈറ്റ് ആകുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആറ്റൂരിന് ഈ രുചികളോട് ഭയങ്കര താല്പര്യമുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ താല്പര്യമല്ല, ഭക്ഷണത്തിൽ അത്ര വലിയ സ്നേഹപ്രേമമുള്ള ഒരാളല്ല, അന്വേഷിച്ച് പോയി ഭക്ഷണം കഴിക്കുന്ന ആളുമല്ല. പക്ഷേ രുചി എന്ന് പറയുന്നതിൻ്റെ താഴെ എപ്പോഴും അടിവരുന്ന ആളാണ്. ആറ്റൂർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഒരു കായയുടെ ഒപ്പം മറ്റൊരു കായ ഇടാത്തത് തമിഴകത്തിൽ? ഞാൻ പറഞ്ഞു, തമിഴകത്തിൽ ഈ സ്പൈസസ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സാമ്പാറിൽ ഇടാറില്ല. ആ പച്ചക്കറിയുടെ സ്മെല്ലാണ് ആ സാമ്പാറിലുണ്ടാവുക. മലയാളത്തിൽ അതിൽ പെരുംജീരകം പോലത്തെ ചില കാര്യങ്ങൾ, കായം പോലെ ചില കാര്യങ്ങൾ ഇടാറുണ്ട്. പരിപ്പ് ഒന്നുകൂടി വറുക്കും, അപ്പോൾ കുറച്ച് കറുത്ത കളർ വരും. അവിടെ വേറൊരു കളറാണ്. അപ്പോൾ ആ പച്ചക്കറിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ മണം മാറാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഒരു കായം മാത്രം ഇടുന്നത്.
എന്നിട്ട് ഒരിക്കൽ ആറ്റൂർ എന്ന് പറഞ്ഞു, ഒരു രുചി എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമൊന്നുമില്ല. അത് ഒരുപാട് കാലങ്ങളിൽ സംസ്കാരത്തിലൂടെ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു രുചിയിൽ ഒരു മൊത്ത സംസ്കാരം ഉണ്ടാവും. ഒരു രുചി, ഒരു പ്രത്യേക രുചിയിൽ കൂടിയാണ് ഒരു സംസ്കാരം അതിൻ്റെ സൂക്ഷ്മത കണ്ടെത്തുന്നത്. അത് ഭക്ഷണമായാലും ശരി, സംഗീതമായാലും ശരി, സാഹിത്യമായാലും ശരി. ഈ രുചി ഉണ്ടാക്കിയ രുചി ഒന്ന് മുമ്പോട്ടെടുക്കുക അഴിച്ച് മറ്റൊരു തരം ഉത്തരവാദിത്വവും ഒരു കലയ്ക്കും ഇല്ല. അപ്പോൾ എനിക്കത് ചെറുപ്പത്തിൽ ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സമൂഹത്തിനെ ഒന്ന് നന്നാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ സാമൂഹിക ഉദ്ധരണം, പിന്നെ വിപ്ലവം ഉണ്ടാക്കൽ, തത്വചിന്തയിലേക്ക് കൊടുമുടിയിലേക്ക് കയറുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല സാഹിത്യത്തിന്. അതൊക്കെ വേണമെങ്കിൽ ആവാം, അവരവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അടിസ്ഥാനപരമായി രുചി സൂക്ഷ്മപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അത് എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു സൂചിമുന കൊണ്ട് മറ്റൊരു സൂചിമുന കുത്തുന്നത് പോലെയുള്ള ഒരു പണിയാണ്. ഒരു ജീവിതകാലം മുഴുവൻ ഒരു മഹാകവി ചെയ്യുന്നത് ആസ്വാദനക്ഷമതയിൽ 1 സെൻറ്റിമീറ്റർ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ. തത്വചിന്തയിലും കലയിലും മാത്രമാണ് ഒരു ചലനം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ ഒക്കെ ആയിരിക്കും. ഒരു തത്വചിന്താനിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് മറ്റൊരു തത്വചിന്തയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വളരെ കുറച്ചൊരു ചെറിയ ചലനത്തെ മാത്രമായിരിക്കും. ഒരുപാട് കാലത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ വളരെ പ്രശസ്തനായ കാശിനാഥൻ എന്നൊരു പ്രൊഫസറോട് ഞാൻ വിറ്റ്ഗൻസ്റ്റീൻ്റെ സംഭാവന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എസൻഷ്യലിസത്തിന് ഒരു ക്രിട്ടിക്, ഒരു വിമർശം ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മഹാനായ തത്വചിന്തകനെ പറ്റിയുള്ള ഒരു വിമർശനമാണ്. ഇത്രയേ പറ്റുള്ളൂ. 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം മാത്രം പൊക്കാൻ കഴിയുന്ന ഒരു ഭൂമികയാണ് തത്വചിന്തയും കവിതയും. രുചി എന്നതിലെ ഒരു ചെറിയ ചലനം മാത്രമാണ് മൊത്തം സർഗസൃഷ്ടി എന്ന് പറയും. ഈ ചർച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് ഈ സ്ഥലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആറ്റൂരിനെ വേർതിരിച്ച് നിർത്തുന്ന ഘടകം ഇതാണ്. കേരളം എന്ന് എൻ്റെ ചിന്തയിലുള്ള കേരള സാഹിത്യം എന്ന് പറയുന്നത് മിക്കവാറും വളരെ ചെറിയ ഒരു ഭാഗം ഒഴിച്ച് മിക്കവാറും പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു സ്ഥലമാണ്. ചർച്ചകൾ, ഉപരിതല ചർച്ചകൾ, അതിൻ്റെ അപ്പുറത്തുള്ള ഉപരിതല ചർച്ചകൾ, പ്രത്യയശാസ്ത്ര ചർച്ചകൾ, പിന്നെ പലതരം ലേബിളുകൾ, അതെല്ലാം ഹാൻഡിലുകളാണെന്ന് എൻ്റെ വിചാരം. അതായത് ഈ സൂട്ട് കേസിനെയോ അല്ലെങ്കിൽ പാത്രങ്ങളെയോ പൊക്കാനുള്ള ഈ ഹാൻഡിൽ പോലെയാണ് ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. എഴുത്തുകാർക്ക് ഒരു ഹാൻഡിൽ പിടിപ്പിക്കലാണ് ഇവിടെ മിക്കവാറും എല്ലാ ക്രിട്ടിക്കുകളും ചെയ്യുന്നത്. അങ്ങനെ ഹാൻഡിലൊന്നും ഇല്ലാതെ ഒരാളായിട്ട് എല്ലായിടത്തും വഴങ്ങി ഒരിടത്തും വഴങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലൊരു എഴുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഇങ്ങനെ ഒരു ദർശനം മുമ്പോട്ട് വയ്ക്കുന്നു. അത് തമിഴകത്തിലെ ഒരു ചെറുപ്പക്കാരനോട് പറയുന്നു എന്നിടത്താണ് ആറ്റൂരിൻ്റെ സ്ഥാനം. അവിടെ നിന്നാണ് ഒരു പക്ഷേ എൻ്റെ തുടക്കം. എന്നോട് അത് ഭയങ്കര ശക്തമായിട്ട് പറഞ്ഞതാണ് ആറ്റൂർ. ഇന്ന് ഇത്രയും കാലത്തിന് ശേഷം ഏതാണ്ട് 40 കൊല്ലം ആകുമ്പോഴാണ്, ഈ കൊല്ലത്തിന് ശേഷവും അന്നുള്ള ആ മുഖം, ആ കണ്ണടച്ചിലയിലെ വെളിച്ചം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ വാക്കും ഓർമ്മയുണ്ട്. ആ ബ്രീത്ത് പോലും ഓർമ്മയുണ്ട്. എല്ലാത്തിനൊപ്പം ഒരു ചിലമ്പിച്ച പൊട്ടിച്ച ശബ്ദത്തിലാണ് പറയുക. എന്നിട്ട് മിക്കവാറും സംഭാഷണത്തിനിടയ്ക്ക് ഒരു ചെറിയ ചിരി ഉണ്ടാവും. അത് ചിരിയാണോ അവരൊരു ശബ്ദമാണോ എന്ന് തോന്നും, ഒരു ശബ്ദമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് ഓർമ്മയുണ്ട്. അതിൽ നിന്നാണ് തുടങ്ങിയത്. ആറ്റൂരിനെ കുറിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ പലർക്കില്ലാത്ത ചിത്രമായിരിക്കും. തിരുവണ്ണാമലയുടെ വളരെ മെജസ്റ്റിക്കായ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ചർച്ച ഒന്നും പറയാൻ പറ്റില്ല, ആറ്റൂർ സംസാരിക്കും, ഞാൻ കേട്ടുകൊണ്ടിരിക്കും. കിട്ടുന്ന ഒരു ചിത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ആറ്റൂരിൻ്റെ പിന്നിലാണ് ആ ഗോപുരം. നിങ്ങൾ ചിലർ തിരുവണ്ണാമലയിൽ വന്നിട്ടുണ്ടാവും. തമിഴകത്തിലെ ഏറ്റവും വലിയ ഗോപുരങ്ങൾ ഒന്നാണ് തിരുവണ്ണാമലയിലെ രാജഗോപുരം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ അകത്തുള്ള, അതായത് തിരുവണ്ണാമലയുടെ 2ാം ചുറ്റിലുള്ള ഗോപുരം താഴ്ന്ന് മുകളിൽ വരയ്ക്കും
മുഴുവൻ ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ, അതായത് ഒരു തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ ഒരു ഗോപുരമാക്കി എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും. അതിൽ ദേവന്മാർ, കന്നർമാർ, അതിനുശേഷം ഗന്ധർവന്മാർ, ദൈവങ്ങൾ, അങ്ങനെ പോവും. അതിൻ്റെ താഴെ നിന്ന് ആറ്റൂർ കവിതയെപ്പറ്റി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ആറ്റൂരിൻ്റെ കവിതയിൽ ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും ഉണ്ടാവില്ല. ഒരു തരത്തിൽ മിനിമലിസത്തിൻ്റെ ആർട്ടിസ്റ്റാണ്. ആറ്റൂരിനോട് താരതമ്യപ്പെടുത്താവുന്ന കവി ലോക കവിതയിൽ എന്ന് പറയുന്നത് ചൈനീസ് കവിയായ ബൈ ജൂയി എന്നൊരു കവിയാണ്. ചിലരിവിടെ വായിച്ചിട്ടുണ്ടാവും. ബൈ ജൂയി ടോങ് കാലഘട്ടത്തിലെ കവിയാണ്. യാഥാർത്ഥ്യം മൊണ്ടേൻ ആയ കാര്യങ്ങൾ മാത്രം കൊണ്ട് കവിത എഴുതിയ ഒരാളാണ്. ഒരുപക്ഷെ വിവർത്തനത്തിൽ ബൈജിയുടെ കവിത കണ്ട ഇത് എന്തുകൊണ്ടാണ് കവിത എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ഡയറി പോലെ ഒരു വളരെ സാധാരണമായ ചിത്രീകരണങ്ങളുള്ള കവിതയാണ്. പക്ഷേ ഏതാണ്ട് 1500 കൊല്ലമായി ഇന്നും ആദരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകകവിയാണ്. അതുപോലെ ഒരു ലോകമാണ് ആറ്റൂർ ചിത്രീകരിച്ചത്. അതിനും ഈ പിന്നിലേക്കുന്ന മഹായ ഗോപുരത്തിന് ഒരു ബന്ധവുമില്ല. പക്ഷേ എന്നും ആറ്റൂരിന് ഈ കലയോട് താല്പര്യമുണ്ടായിരുന്നു. ഇവിടെ ആറ്റൂരിൻ്റെ ഒപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്നവർ ഇവിടെ ഉണ്ട്. ആലോചിച്ച് നോക്കുക, ജീവിതകാലം മുഴുവൻ ആറ്റൂർ അന്വേഷിച്ച് പോയിരുന്നത് ഹൈ റൊമാൻറ്റിസിസം, ഹൈ ക്ലാസിസം തേടിയാണ്, അന്വേഷിച്ചാണ്. അല്ലെങ്കിൽ കൽപ്പറ്റ ഈ അടുത്ത് വന്ന ലേഖനത്തിൽ എഴുതിയതുപോലെ ഹിമാലയം തേടിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എഴുതിക്കൊണ്ടിരുന്നത് വളരെ ചെറിയ ഒരു ലോകത്തിലുള്ള മൊണ്ടൈൻ എക്സ്പീരിയൻസിൽ കൂടി വരുന്ന സ്പിരിച്വലായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഒരിക്കലും അത് ആറ്റൂർ എഴുതിയിട്ടേ ഇല്ല. ആറ്റൂരിൻ്റെ ആസ്വാദനക്ഷമതയിൽ കർണാടക സംഗീതം ഉണ്ടായിരുന്നു, ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാൻ ഓരോ കൊല്ലവും പൂനെയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ഓരോ കൊല്ലവും തിരുവയ്യാറിലേക്ക് പോകുമായിരുന്നു. ഒരുപാട് കാലം ഞാൻ ഒപ്പം പോയിട്ടുണ്ട്. ഈ ലോകം പരിപൂർണമായി ആറ്റൂരിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ പുറത്ത് നിൽക്കുന്ന മറ്റൊന്നാണ്. ആറ്റൂർ എന്തിനാണ് ഇതിലേക്ക് പോയത് എന്നത് ഭയങ്കര അത്ഭുതമായൊരു ചോദ്യമാണ്. ഒരു വരി പോലും അതിലേക്ക് എഴുതിയിട്ടില്ല. ഒരു കവിത വേണമെങ്കിൽ പറയാം. സംക്രമണം എന്നൊരു കവിത ഈ തരത്തിലുള്ള ഒരു കുറച്ചൊരു ഹൈ പിച്ചായ കവിത. മറ്റെല്ലാ കവിതയും വളരെ വളരെ താഴ്ന്ന സ്വരമുള്ള കവിതകളാണ്. അപ്പം ഞാൻ ആറ്റൂരിനോട് ചോദിച്ചു, ഈ ഗോപുരം ആറ്റൂരിന് അപ്പീലാവുന്നുണ്ടോ എന്ന്. ആറ്റൂർ പറഞ്ഞു, അതെ, ഇതൊരു സംഗീതമാണ്. ഈ സംഗീതത്തിൻ്റെ ഇതിലേക്ക് സംഗീതം എന്ന് പറയുന്ന ഗോപുരത്തിന് ഇതിൻ്റെ ഒരു സംഗീതമുണ്ട്. അപ്പം ഞാൻ ഇതുപോലൊരു കവിത ആറ്റൂർ എഴുതുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റൂർ പറഞ്ഞു, ഇത് അകത്തെ ഗോപുരമാണ്, പക്ഷെ പുറത്തുള്ള രാജഗോപുരത്തിൽ ഒരു ശില്പം പോലും ഇല്ല, വെറും സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ കല എന്ന് പറയുന്നത് ചെണ്ടയാണ്. ചെണ്ട ഒരു പാട്ടിൻ്റെ താളമല്ല, അത് സ്വയം നിൽക്കുന്ന ഒരു താളം മാത്രമാണ്. ഇന്ത്യയിൽ ഒരിടത്തും താളം മാത്രം നിൽക്കുന്ന ഒരു സംഗീത സിസ്റ്റം ഇല്ല. അതിവിടെ ഞങ്ങൾക്കുള്ളതാണ്. താളം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതരം ഒരു സത്തയാണ്, ഒരു അസ്ഥി പോലെ ഒരു സംഭവമാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ആർട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് തിരുവണ്ണാമലയിലെ രാജഗോപുരം പോലെ ഒരു ശില്പം പോലും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ കല. അങ്ങനെ വേറെ വേറെ തരങ്ങളിലുള്ള ചർച്ചകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വേദിയിൽ ഞാൻ ആറ്റൂരിൻ്റെ ഒരു ചെറിയ ക്യാരക്ടർ വരച്ചു ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് ആറ്റൂർ എനിക്ക് തന്നതെന്നതിൽ കൂടി മാത്രമല്ല, എന്താണ് ആറ്റൂർ എന്ന് പറയാനുള്ളതാണ്. മറ്റൊന്നും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടതാണ്. രാമേശ്വരത്തിലെ ഏറ്റവും വലിയ കാരിഡർ പ്രകാരത്തിൽ കൂടി നടക്കുമ്പോൾ ആറ്റൂരിനോട് പറഞ്ഞു, ഇതിൽ ഓരോ തൂണിലുമുള്ള ഓരോ പൂവും ഓരോന്നാണ്. ഒരു പൂവ് പോലെ മറ്റൊരു പൂവില്ല. ഒരു സ്ത്രീയുടെ ആഭരണം മറ്റൊരു സ്ത്രീ ഇട്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ തലയിലെ അലങ്കാരം മറ്റൊരു സ്ത്രീക്കില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ഒരൊറ്റ ശില്പമാണ്, ഒരൊറ്റ പ്രകാരമാണ്. ആവർത്തിച്ച് ഒന്നെ കാണുന്നതാണ് തോന്നുന്നത്. അത് തന്നെയാണ് സംഗീതത്തിൽ ആലാപനയിലുള്ളത്. ഒരു ആലാപന നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഓരോ സെക്കൻഡും ചെറിയ വേരിയേഷനിൽ കൂടിയാണ് പോകുന്നത്. ചെണ്ടയും അതാണ്. ചെണ്ട ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു താളമാണ് വരുന്നത്. അതാണ് ക്ലാസിസം. അന്ന് ക്ലാസിസത്തിനെ കുറിച്ച് ആറ്റൂർ പറഞ്ഞ ഒരു വരി ഞാൻ ഓർക്കുന്നുണ്ട്.
സംവേദനത്തിന് വേണ്ടി യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു ആർട്ടാണ് ക്ലാസിസം. അത് എനിക്ക് മാത്രമുള്ള ഒരു ഡെഫിനിഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ശ്രദ്ധയും എടുക്കാതെ, അങ്ങനെ ഒരു ഉദ്ദേശം തന്നെ ഇല്ലാതെ നടക്കുന്ന ഒരു കലയാണ്. ഒരു ഓഡിയൻസ് പോലും ഇല്ലെങ്കിലും കഥകളി അവിടെ നടക്കും. ഒരാൾ പോലും ശ്രദ്ധിച്ചില്ലെങ്കിലും, ഒരാൾ പോലും നോക്കിയില്ലെങ്കിലും ഗോപുരം അവിടെ ഉണ്ടാവും. ഒരുപാട് കാലത്തിന് ശേഷം ശ്രീവില്ലിപുത്തൂരിലെ ഗോപുരം തൊട്ടടുത്ത ഒരു ലോഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഒരുപാട് പൊക്കത്തിലാണ്, പുതിയതായി കെട്ടിയ ലോഡ്ജാണ്. ആ ഗോപുരത്തിൻ്റെ മുമ്പിൽ, ഗോപുരത്തിൻ്റെ മടമ്പിൻ്റെ ഉള്ളിൽ ഒരു ശില്പമുണ്ട്. 12 കൊല്ലത്തിനൊരിക്കൽ പെയിൻ്റ് അടിക്കുന്ന ആളൊഴിച്ച് ഒരാളും ആ ശില്പത്തിനെ കണ്ണുകൊണ്ട് കാണാനേ പറ്റില്ല. പക്ഷേ അവിടെ ഒരു ശില്പം ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. അപ്പോൾ ശില്പിയെ സംബന്ധിച്ചോളം അത് ആരെങ്കിലും കാണണം, ആസ്വദിക്കണമെന്നില്ല. മറിച്ച് അത് അവിടെ ഉണ്ടാവണം. അതൊരു കംപ്ലീറ്റ്നെസ്സാണ്. ആ കംപ്ലീറ്റ്നെസ് ഉണ്ടാക്കാൻ മാത്രമാണ് ശില്പി ശ്രദ്ധിക്കുന്നത്. അന്ന് ആറ്റൂർ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന ആർട്ട് ക്ലാസിസമാണ്. മിനിമലിസം മാത്രം എഴുതിയ ബൈജുവിൻ്റെ ഒരു മലയാളി വെർഷൻ എന്ന് പറയാവുന്ന ഒരു കവിയുടെ കാലടിയിൽ നിന്ന് വന്ന ഒരാൾ മിനിമലിസത്തിൻ്റെ ആളല്ല. പരിപൂർണമായും മിനിമലിസത്തിനെ ഡിസ്മിസ് ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ്. അതൊരു സൃഷ്ടിച്ച ഒരു എഴുത്തുകാരൻ തന്നെയാണ്. പക്ഷേ എനിക്ക് മിനിമലിസം വിശ്വാസമില്ല. ഞാൻ മാക്സിമലിസത്തിൻ്റെ ആളാണ്, പരിപൂർണതയുടെ ആളാണ്, ക്ലാസിക്കൽ എഴുതുന്ന ആളാണ്. ക്ലാസിസമാണ് എൻ്റെ ആർട്ട്. അതാണ് നല്ല ഗുരുനാഥന്മാരുടെ ലക്ഷ്യം. സ്വന്തം ക്ലോണുകളെ സൃഷ്ടിക്കലല്ല. നീ ആരോ അതിലെ ഗന്ധകം തിരികൊളുത്തി വിടാനാണ് നല്ല ഗുരുനാഥന്മാർ ശ്രമിക്കാറുള്ളൂ. എന്നിലുള്ള എന്നെ കണ്ടെത്താൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ ആറ്റൂരിനെ ഒരു കാലടി, ഒരു സ്റ്റെപ്പ് പോലും ആറ്റൂരിൻ്റെ പിന്നിൽ ഞാൻ നടന്നിട്ടില്ല. ഈ വേദിയിൽ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ആറ്റൂരിൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ചിന്തിക്കാനുള്ള പാറ്റേൺ എന്ന് പറയുമ്പോൾ അതായത് ഇമേജുകളിൽ കൂടി ചിന്തിക്കുക. ഒരു വേദിയിലേക്കുള്ള പ്രസംഗമാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇമേജുകളിൽ കൂടി, പ്യൂർ ഇമേജുകളിൽ കൂടി ചിന്തിക്കാനുള്ള ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ഇത് മലയാളത്തിലെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു ഉപമ ഒരു വാരികയിൽ വന്നിരുന്നു. പത്രം കാറിലിരുന്ന് വായിക്കുകയാണ്, കാറ്റടിക്കുന്നു. അപ്പോൾ ശങ്കരക്കുറുപ്പ് പറഞ്ഞു, ശാഠ്യം പിടിച്ചിരുന്ന കുട്ടിയെപ്പോലെ എന്ന പത്രത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു സംഘം ലിറ്ററേച്ചർ, സംഘം കവിത, കുറിഞ്ചി തിണയിലെ ഒരു കവിത പഠിക്കുകയുണ്ടായി. അതിലൊരു ഉപമ ഉണ്ട്. ഈ പാറയുടെ വക്കിൽ പാമ്പ് ഊരിയിട്ട ചട്ട പോലെ മലയിൽ നിന്നും വെള്ളച്ചാട്ടം ഒഴുകുന്ന നാട് എന്ന്. അപ്പോൾ ആറ്റൂർ പറഞ്ഞു മനോഹരമായ ഉപമയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യത്തെ ഉപമ ഒരു വൾഗർ ഉപമയാണ്, അതൊരു പോയറ്റിക് ഉപമയല്ല. ഈ രണ്ടാമത്തത് പോയറ്റിക് ഉപമയാണ്, ഉപമാനമാണ്. ഇതെങ്ങനെയാണ് ഒരു സിമിലി കവിതയും മറ്റൊരു സിമിലി ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആകുന്നത്? അപ്പോൾ ആറ്റൂർ എന്നൊരു ഉത്തേജനം പറഞ്ഞ്, ആദ്യത്തെ ഉപമയിലുള്ളത് 2 കാര്യങ്ങളെ ഇൻ്റലക്ച്വലായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ഇൻ്റലക്ച്വലായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ എന്തിനേയും എന്തിനോടും താരതമ്യപ്പെടുത്താൻ പറ്റും. അതൊരു എക്സസൈസാണ്. രണ്ടാമത് ഉപമയിലുള്ളത് 2ൻ്റെയും അന്തസ്സത്ത എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഈ കമ്പാരിസണിലൂടെ പുറത്തു വരിക ചെയ്യും. അപ്പോൾ ആറ്റൂർ ചോദിച്ചാൽ അതെന്താണ് എസൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ആറ്റൂർ പറഞ്ഞു, അതിൻ്റെ കർവ്, അതിൻ്റെ ലൈറ്റ് ആൻഡ് അതിൻ്റെ താളം. ഇതാണ് ഞാൻ പറയുന്നത്. അതായത് വെള്ളച്ചാട്ടത്തിൻ്റെയും പാമ്പുചട്ടയുടെയും താളം എന്നുള്ള വാക്കാണ് ആറ്റൂർ യൂസ് ചെയ്യുക. താളം, ഒരു പാട്ടിൻ്റെ താളം വേറെ, ഒരു വിഷ്വലിൻ്റെ താളം, ഒരു ഗോപുരത്തിൻ്റെ താളം. അപ്പോൾ എന്തൊന്നും ഇമേജുകളിൽ കൂടി ചിന്തിക്കുന്നതിന് മാത്രമേ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളൂ, തിയററ്റൈസ് ചെയ്യുന്നതിലല്ല.
ഇത് ഞാൻ ആറ്റൂരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു നിരൂപണം എഴുതിയാൽ തന്നെയും ഒരു ശരിക്കുള്ള ഇമേജ് കണ്ടെത്തലാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, അല്ലാതെ ഒരു തിയറി ഉണ്ടാക്കലല്ല, ഒരു ഡിഫിനിഷൻ ഉണ്ടാക്കലല്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ ആണ് ആറ്റൂരിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ആറ്റൂരിൻ്റെ ചിന്ത തന്നെ ഇമേജുകളിൽ കൂടി ചിന്തിക്കലാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഓർമ്മകൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ആറ്റൂരിൻ്റെ താല്പര്യങ്ങൾ ഹിമാലയമായിരുന്നു, സംഗീതം ആയിരുന്നു, ക്ലാസിക് കമ്പരാമായണം ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് താല്പര്യങ്ങൾ കൂടി വന്ന ഒരാളാണ് ആറ്റൂർ. ഞാൻ കർണാടക സംഗീതം കേൾക്കാൻ ആറ്റൂരിനൊപ്പം പോയിരുന്നു. ആദ്യകാലത്ത് ഒരു ആധുനിക മനോഭാവമുള്ള എനിക്ക് കർണാടക സംഗീതം കേൾക്കാനുള്ള തടസ്സമായിരുന്നത് അതിൻ്റെ അതിവൈകാരികതയാണ്. ഇവിടെ കേട്ടിട്ടുള്ള പലർക്കും ഉണ്ടാവും. അതിവൈകാരികത വെച്ചാൽ ഭക്തിയാണ്. ഈ ഭക്തിയുടെ അതിവൈകാരികത ഒഴിവാക്കിക്കൊണ്ട് കർണാടക സംഗീതം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾക്ക് കർണാടക സംഗീതത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഈ പ്രശ്നം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനില്ല. കാരണം അതിന് ലിറിക് വളരെ കുറവാണ്, കീർത്തന വളരെ കുറവാണ്, ഒരുപാട് ആലാപ് മാത്രമാണ്. അതുകൊണ്ട് എളുപ്പം ഹിന്ദുസ്ഥാനിയിലേക്ക് പോവാം. നല്ലൊരു ഭാഗം മലയാളികളും ഹിന്ദുസ്ഥാനി കേൾക്കുന്നതിൻ്റെ കാരണം അതിൽ ആലാപ് മാത്രമേ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആറ്റൂർ ഇരുന്ന് കേൾക്കും. ഭക്തി കൊണ്ടിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പാടുന്ന ഒരു പാട്ട് പരമനാസ്തികനും എസെൻഷ്യലി ഒരു സിനിക്കുമായ ആറ്റൂരിരുന്ന് വളരെ ആസ്വദിച്ച് കേൾക്കുവാൻ. അപ്പം ഞാൻ ഒരിക്കൽ കേട്ടിരുന്നു, ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? ഓ കൊള്ളാൻ പോകുന്നുണ്ട്, എന്താ സംഭവം, എന്താ നല്ല സംഭവമല്ലേ എന്ന്. അല്ല, ഇത് എന്താണ് ഇതിൻ്റെ പാട്ട് ഇങ്ങനെ ആറ്റൂർ കേൾക്കുന്നത്? നഗുമോ മൂക്കനലെ നീ പുഞ്ചിരിച്ച വദനത്തോടൊപ്പം എന്നെ കാണാൻ നീ വരികില്ലയോ എന്നൊരാൾ കരയുന്നത് കാണുമ്പോൾ ആറ്റൂരിന് എന്താ തോന്നുന്നത്? ആറ്റൂർ പറഞ്ഞു, അത് ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി വേണമെങ്കിൽ ഈ വൈകാരികത ഉണ്ടാക്കണം. ആ റിയാലിറ്റിയിൽ മാത്രം മെറ്റലൈസ് ആകുന്ന ഒരു ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ ഇമോഷണാലിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് തന്നെയാണ് ആറ്റൂർ ചെയ്യുന്നില്ലേ? ആറ്റൂർ അത് ചെയ്യുമോ? അല്ല, എൻ്റെ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റിയാലിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഒന്ന് തെയ്യം, ഒരാൾ തെയ്യം കെട്ടി വന്നിരിക്കുന്നു, മറ്റൊരാൾ മുണ്ടെടുത്ത് വന്ന് നിൽക്കുന്നു, മുണ്ടും നേരിതെടുത്ത് വന്നിരിക്കുന്നു. ഇത് രണ്ടും രണ്ട് റിയാലിറ്റിയാണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് റിയലും ഒന്ന് ഫാൻറ്റസി അല്ലേ? അല്ല, തെയ്യം കെട്ടി വരുന്നത് ഒരു റിയാലിറ്റിയാണ്, മുണ്ടും നേരിതിട്ട് വരുന്നത് വേറൊരു റിയാലിറ്റിയാണ്. തമ്മിൽ യാതൊരു ഭേദമല്ല. അത് വലുതാണ്, ഇത് ചെറുതാണെന്നില്ല. ഇതിലെത്ര കളവുണ്ടോ അത്രയും കളവ് അതിലുമുണ്ട്. അതിലെത്ര നാട്യമുണ്ടോ അത്രയും നാട്യം മുണ്ട് കൊടുക്കുന്നതിലുമുണ്ട്. ഇതാണ് ആറ്റൂരിൻ്റെ കാവ്യ ദർശനം എന്ന് പറയുന്നത്. ആറ്റൂർ ഈ റിയലിസം ഉണ്ടാക്കിയത് റിയലിസത്തിൽ വിശ്വാസം കൊണ്ടല്ല, ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു ദർശനം തനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ അവസാന കാലങ്ങളിൽ കമ്പരാമായണമായിരുന്നു വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ആറ്റൂർ ട്രസ്റ്റിൻ്റെ സാമ്യത്തിൽ അത് സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അതിലെ ഒരു രംഗം അത് ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. രാമൻ കാട്ടിലേക്ക് പോവുകയാണ്. ഗുഹനെ കാണുന്നു. ഗുഹനെ കണ്ട് ഗുഹൻ്റോടൊപ്പം കഴിഞ്ഞ് ഗുഹനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമൻ കാട്ടിലേക്ക് പോയി. ഗുഹൻ അവിടെ ഇരിക്കുന്നു, അവിടെ ഗംഗാരക്കരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അകലെ ഒരു രഥം വരുന്നുണ്ട്. ആ രഥത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. ഇറങ്ങുന്ന ആളിനെ കണ്ട ഉടനെ ഗുഹൻ ആലോചിക്കുന്നതാണ് കമ്പൻ എഴുതുന്നത്. ഇതാ വരുന്നവൻ വരുന്നവൻ എൻ്റെ രാമൻ്റെ അനിയനാണ്. എൻ്റെ തലവനെ, എൻ്റെ നേതാവിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതുമല്ല, പുറകിലെ വന്ന് കൊല്ലാൻ വേണ്ടി വരികയാണ്. ഇവിടെ ഇവനെ കൊന്നില്ലെങ്കിൽ എന്നെ ആളിൽ എന്ത് പറയും? ഏഴമ്മ വേടൻ ഇറന്തിലൻ എന്നെ ഏസാറോ, ഇവിടെ ഞാൻ മരിച്ചില്ലെങ്കിൽ എന്താണ് എന്ന് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ കാണുന്നത് രണ്ട് കൈയും തലയിൽ കൂപ്പിക്കൊണ്ട് ഇറങ്ങി വരുന്ന ഭരതനെയാണ്. അപ്പോൾ അടുത്ത പാട്ട് സെറ്റാവും. അടുത്ത പാട്ട്, ഇവനെ കാണാൻ എൻ്റെ രാമനെ പോലെയുണ്ട്. രാമൻ്റെ മുഖമുള്ള ഒരാൾക്ക് തെറ്റ് പറ്റില്ല, അതുകൊണ്ട് ഇവൻ നല്ലവനാണ്. ഈ രംഗം ഇത് വളരെ ഈ വൈകാരികമായി
ഇമോഷണലായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. എന്നിട്ട് വളരെ ഉടനെ തന്നെ ആറ്റൂരിട്ട് ഒരു പാട്ട് കേൾക്കുന്നു. രാമനെ കണ്ണാര കണ്ടാനെ കൈ മാമുടി മേൽ വയ്ത്ത് കൊണ്ടാനെ എന്നൊരു പാട്ട്, ഗുഗൻ്റെ പട്ടിപ്പുള്ള പാട്ട്. അത് വളരെ ഫോക്ക് പോലത്തെ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ക്ലാസിക് ഇന്ന് ഇങ്ങനെ ഒരു ഫോക്കിലേക്ക് സ്വിച്ച് ആവാൻ കഴിയും. ആര് പറഞ്ഞു, ഒരു പർട്ടിക്കുലർ എസ്തെറ്റിക് ഫോമിലേക്ക് നിൽക്കുന്ന ഒരാൾ ആ പർട്ടിക്കുലർ എസ്തെറ്റിക്സിലുള്ള വിഷൻ ഒരിക്കലും ചെന്നെത്താത്ത ആളാണ്. ഒരാൾക്ക് ക്ലാസിസത്തിലെ വിഷനിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അയാൾക്ക് റിയലിസത്തിലെ വിഷനിലേക്ക് പോകാൻ കഴിയും, റൊമാൻറ്റിസത്തിലെ വിഷനിലേക്ക് പോകാൻ കഴിയും. ഒരു ദർശനത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരാളാണ് ഫോമിലേക്ക് നിൽക്കുക. എനിക്ക് കമ്പൻ എത്ര പ്രാധാന്യമുള്ള ആളോ അതുപോലെ തന്നെ തമിഴിലെ ഫോക്കും പ്രാധാന്യമുള്ളതാണ്. രണ്ടിലും ഉള്ളത് രണ്ട് ദർശനമല്ല, ഏതാണ്ട് ഒരേ ദർശനങ്ങളാണ്, ഹ്യൂമൻ ദർശനങ്ങളാണ്. ഏതാണ് ഈ പ്രഭാഷണം? ഇത് പ്രഭാഷണമാണെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പിൽ ഞാൻ ആറ്റൂരിനെ കുറിച്ച് പറയാനൊക്കുന്ന ചിത്രം ഇതാണ്. ഹിമാലയം കാണുക എന്നൊന്നുണ്ട്. ഹിമാലയം കാണുക, ഓരോരുത്തരും കാണുന്ന ഹിമാലയം വേറെ ഓരോന്ന്. ഞാൻ ഹിമാലയം കണ്ടിട്ടൊരു ചെറിയ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വെളുപ്പം കാലത്ത് ഒരു 5-5:30 മണിക്കെല്ലാം ഹിമാലയം കണ്ടു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ മല അടുക്കുകൾ മിക്കവാറും പോളിത്തീൻ പേപ്പർ അടുക്കി വെച്ചപ്പോഴുണ്ടാകും. വളരെ വളരെ നേർത്തതായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ, ഒരു പനിനീർ പൂവിൻ്റെ ഇതളുകൾ പോലെ തോന്നും. അത്ര സോഫ്റ്റായിരിക്കും, വളരെ മങ്ങലായ ഒരു വേഗായ ഒരു കളറിൽ ചുവപ്പും മഞ്ഞളുമായി കലർന്ന് കാണും. എനിക്കൊരു വലിയ പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചിത്രമാണ് ഹിമാലയത്തെക്കുറിച്ച് ഉണ്ടായത്. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരും കാണുന്ന ഹിമാലയം എന്നൊന്നുണ്ട്. ഹിമാലയം കണ്ടിട്ട് മടങ്ങി വന്ന് തൃശ്ശൂരിൽ ഇരിക്കുന്ന ഒരു ഇരിപ്പുമുണ്ട്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ഹിമാലയം കാണുകയും പിന്നെ വന്നിരുന്നുകയും ചെയ്യുന്ന ഒരാളാണ് ആറ്റൂർ. ഇതൊരു സന്ദർഭത്തിൽ ആറ്റൂരിനെ കുറിച്ചുള്ള ഈ ഓർമ്മകൾ പറയുന്നതിൽ സന്ദർഭം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. നന്ദി.